മണ്ഡലത്തിലെ നമ്മുടെ 41ാമത്തെ വാർഷിക സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് നമ്മളിവിടെ നമ്മുടെ പതാക ഉയർത്തിക്കൊണ്ട് നമ്മളിത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. പതാക ഉയർത്താൻ വേണ്ടി മണ്ഡലം പ്രസിഡന്റ് ഇത് ചേർത്തൊക്കെ എടുത്തേക്കാം. ഇത് നമ്മുടെ പരിപാടിയാന്ന് തോന്നിയോളും. ഇത് മൊത്തത്തിൽ ചേർത്തങ്ങ് കൊടുക്കാം അല്ലേ? എവിടെയും ചേർച്ചെന്ന് സംസാരിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുവാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയുടെ വിഭാഗമായിട്ട് നമ്മൾ മാറുന്നതെന്ന് അഭിമാനിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ ഉദ്ഘാടകനാണ് ലഭിച്ചിരിക്കുന്നത്. KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ചന്ദ്രൻ സെലിഗിരി സാർ. അദ്ദേഹം നമ്മുടെ പത്രപ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ വിവാദങ്ങളിലും സംവാദങ്ങളിലും തന്നെ വ്യക്തമായിട്ടും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന അദ്ദേഹത്തെ നമുക്ക് ലഭിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മളോടൊപ്പം നമ്മുടെ പ്രസിഡന്റ് എസ് ടീച്ചറാണ്. ടീച്ചറിന്റെ പ്രവർത്തനത്തിന്റെ മികവാണ് ഇങ്ങനെ ഇവിടെ ആൾക്കാരും ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഏത് സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ചയില്ലാതെ വേണ്ടി മറിച്ച് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി വേറെ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. ഒരു സംഘടനാ പ്രവർത്തനം സംഘടനയെ എങ്ങനെ മുമ്പോട്ട് നയിക്കണമെന്നതിനെ പറ്റി വ്യക്തമായ ധാരണകളും ബോധ്യവുമുള്ള ഒരു പ്രസിഡന്റാണ് നമുക്ക് ലഭിച്ചത്. രണ്ട് ടൈമായിട്ട് ടീച്ചർ നമ്മുടെ സംഘടനയെ വളരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറുടെ സേവനത്തെ ഒത്തിരി ആദരപൂർവ്വം ശ്ലാഘിച്ചുകൊണ്ടും അതുപോലെ ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ ചരിത്രത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും സാറിന്റെ വാക്കുകൾ അങ്ങനെയാണ് വളരെ ശക്തമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഭരണവർഗത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരെയും അവരുടെ കൂലപ്പുകൾ എഴുതുകൊണ്ട് അവരെ എന്താണ് പറയുക കുത്തവറയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സംസാരിക്കും വ്യക്തമായതിനെ പഠിച്ച് നമുക്ക് സംഘടനയെ പറ്റി വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ തോമസ് സാറാണ്. സാർ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ വിലമതിക്കുന്ന സാന്നിധ്യത്തെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സുധൈൻ സാറിനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളില്ല. ഏത് വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും അവിടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സ്വയം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ പുതിയ മെമ്പർമാരെ വരവേൽക്കുന്നതും അതുപോലെ തന്നെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടി മെമ്പർമാരെ ആദരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സുധൈൻ സാറാണ്. സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ നമ്മൾ സംസാരിക്കുന്ന KSPR സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ K മോഹൻ സാർ. സാറിന് നമുക്കൊരു ശക്തിയാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും എവിടെയും ഞങ്ങൾക്ക് ഒരു ഫൈനൽ മാർക്കുമായി മോഹൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. K മോഹൻ സാർ. അതുപോലെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ നാരായണ മാസ്റ്റർ. നാരായണ സാറിനെ സ്നേഹപൂർവ്വം
ശ്രീ വി കുഞ്ഞനാഥൻ മാസ്റ്റർ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഏത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ആ സമയങ്ങളിലെല്ലാം വേദികളിലെല്ലാം തന്നെ സജീവ സാന്നിധ്യമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിലല്ല മറിച്ച് എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞനാഥൻ സാർ. അതുപോലെ തന്നെ സംസ്ഥാന കൗൺസിൽ പി എൻ മോഹൻ സാർ സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ വനിതാ നിയോജകമണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമതി പി വി അന്നമ്മ ടീച്ചർ, ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. എന്റെ ടീച്ചറുടെ സദസ്സിലാണ്. ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ വനിതാ ഫോറം പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി പി ടി അന്നമ്മ ടീച്ചറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിന് നന്ദി പറയുന്ന വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ മഹനീയമായ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കുകൾ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഭരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അധ്യക്ഷ പ്രഭാഷണത്തിനായിട്ട് ശ്രീമതി ടി ഡി എസ് ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്തു. പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ 41ാം വാർഷിക സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ തെല്ലങ്കേരി അവർ അല്പസമയങ്ങളിൽ ഇവിടെ എത്തുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന, അതുപോലെ തന്നെ പുതിയ മെമ്പർമാരെ വരവേൽക്കുകയും ചെയ്യുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രിയങ്കരനായ സെക്രട്ടറി സുഖദേവൻ മാസ്റ്റർ, PC വർഗീസ് സാർ എത്തിയിട്ടില്ല, ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സംഘടനാ ചരിത്രം പോരാട്ടങ്ങൾ നമ്മളോട് പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MT ജോസഫ് സാർ, അതുപോലെ തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ നാരായണൻ സാർ, സെക്രട്ടറി കുഞ്ഞനന്ദ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ K മോഹനൻ, അതുപോലെ നമ്മുടെ ഇവിടെ വനിതാ ഫോറം പ്രസിഡന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി പി ടി അന്നമ്മ ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട നേതാക്കളെ, പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ സന്തോഷപൂർവ്വം കടന്നു വന്നു. എനിക്ക് കുറച്ചുപേരെ കൂടി ഞാൻ ആഗ്രഹിച്ചായിരുന്നു, എങ്കിലും സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവസാനമാകുമ്പോൾ ഈ കസേരയെല്ലാം നിറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയാൻ കുറേ പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും കൂടുതലായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. സംസ്ഥാന നേതാക്കന്മാർ ഇവിടെ കടന്നു വന്നുകൊണ്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കുമ്പോൾ ഞാൻ അതിലേക്ക് കടന്നു വരാതെ നമ്മുടെ ഇന്നത്തെ ഈ പേരാവൂർ മണ്ഡലത്തിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ പേരാവൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ടും വളരെയധികം നല്ല നിലയിലാണ് മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ
ആകെ നമുക്ക് 12,000 മെമ്പർഷിപ്പ് ഉണ്ട്. അതായത് കൃത്യം പറഞ്ഞാൽ 11,818. അതിൽ 1,400-ലധികം മെമ്പർമാർ ഈ വർഷം കടന്നു വന്നവരാണ്. ഇത്രയും മെമ്പർമാർ ഒരു വർഷം എന്തായാലും പെൻഷൻ പറ്റുകയില്ലെന്ന് നമുക്കറിയാം. ഇതിൽ നല്ലൊരു ശതമാനവും KSSPU-വിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നവരാണ്. എന്താണ് ഇതിന് കാരണം? നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ വൈസ് പ്രസിഡന്റാണ്, പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയാണ്. കൃത്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കറിയാം, പിണറായിസം കൊടികുത്തി വാഴുന്ന അക്രമത്തിന്റെയും അഴിമതിയുടെയും വഞ്ചനയുടെയും വാഗ്ദാന ലംഘനങ്ങളുടെ കലവറയായ പിണറായി സർക്കാരിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. അവർ ഇന്ന് ജനങ്ങൾ ബുദ്ധിയുള്ളവരും കാര്യങ്ങൾ വിവേചിച്ചറിയുന്നവരും മാറി ചിന്തിക്കാൻ തുടങ്ങി. ഒരു മാറ്റം അനിവാര്യമാണെന്ന് ഇവർക്കെല്ലാവർക്കും ബോധ്യമായി. സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സംഘടനയായി നമ്മുടെ KSSPA ഇന്ന് മാറിക്കഴിഞ്ഞു. എത്ര ധർണകൾ, വിശദീകരണ യോഗങ്ങൾ, പ്രതിഷേധ റാലികൾ എല്ലാം സെക്രട്ടേറിയറ്റിന് മുന്നിലും കളക്ടറേറ്റ് പഠിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ സംസ്ഥാനത്തെ ഓരോ ട്രഷറിക്ക് മുന്നിലും നടത്തിക്കൊണ്ട് ഈ പിണറായി സർക്കാരിനെതിരെ വീറോടെ പോരാടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ധാരാളം മെമ്പർമാർ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലേക്കും കടന്നു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എല്ലാവരും പഠിത്തു. നമുക്ക് എന്താണ് ഇവർ തരുന്നത്? എത്രമാത്രം കുടിശ്ശിക വരുന്നുകൊണ്ടാണ് ഇവർ കടന്നു പോകുന്നത്? എന്ത് ക്രൂരതയാണ് പാവപ്പെട്ട ജനങ്ങളോടൊക്കെ കാണിക്കുന്നത്? പെൻഷനേഴ്സിനോടും അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളോടുമല്ലേ അവർക്ക് വളരെ അവഗണനയാണ്. സ്വന്തം കാര്യം മാത്രം മുതലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും ഇവരെ താഴെ ഇറക്കിയേ മതിയാവും. നമ്മൾ ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സംസ്ഥാനത്തെ നമ്മുടെ KSSPA മെമ്പർഷിപ്പ് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി അവർ ഇതാ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാം. അല്പം വൈകിയാണെങ്കിലും നമ്മുടെ ഈ സമയത്തിലേക്ക് നമ്മൾ ഇപ്പോൾ നമുക്ക് KPCC മെമ്പറായിരുന്നു, ഇപ്പോൾ ഒരു നമ്മുടെ ജനറൽ സെക്രട്ടറി ആയി ഉയർന്നിരിക്കുകയാണ്. നമുക്ക് ഈ മലയാള മേഖലകൾക്ക് അഭിമാനിക്കാം, നമ്മുടെ ഓരോ മെമ്പർമാർക്ക് അഭിമാനിക്കാം. നമ്മൾ ഇന്ന് ഒരു പൊട്ടുവൽ കൂടി ഇതാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സണ്ണി നമ്മുടെ MLA ഇപ്പോൾ KPCC പ്രസിഡന്റ് ആയിരിക്കുകയാണ്. അപ്പോൾ മലയാള മേഖലയിലെ മുത്തുകളാണ് ഇവർ ഓരോരുത്തരും. ഇനി നമ്മുടെ സംഘടനയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുമെല്ലാം ഇവർ നന്നായി നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ KSSPA-യുടെ പേരാവൂർ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള മണ്ഡലം നമ്മുടെ പേരാവൂരാണ്. നമുക്കെല്ലാം അഭിമാനിക്കാത്ത കാര്യമാണ്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷം ഭരണസമിതിയിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ വനിതകളായിട്ടുള്ള വേറെ ഒരു മണ്ഡലം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടോ സാറേ? ഇല്ല. സംസ്ഥാനത്ത് ഉണ്ടോ എന്നറിയില്ല. അതിനും പേരാവൂരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ പേരാവൂരിൽ എല്ലാം കൊണ്ട് തികഞ്ഞവർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇത്രയും കൂടുതൽ മെമ്പർമാരുള്ള ഈ മണ്ഡലത്തിൽ എനിക്കൊരു സങ്കടമുള്ളത് നമുക്ക് ഒരു ഓഫീസ് ഇല്ല എന്നതാണ്. അതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. പക്ഷേ എല്ലാവരും ഒത്തൊരുമിച്ചാൽ മാത്രമേ നമുക്കൊരു ഓഫീസ് കിട്ടുകയുള്ളൂ. ഇവിടെ ഈ ഓഫീസിന് വേണ്ടി ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇതിനുവേണ്ടി ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം തന്നെ 2 ചിട്ടി അതിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് 2 ചിട്ടി പരസ്പര സഹായ
അതിൽ കൂടുതൽ ക്യാഷ് തന്നിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും നമുക്കറിയാം പെൻഷനേഴ്സിന് ഇപ്പോൾ അധികം കിട്ടാറില്ല. എല്ലാവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പരിചയങ്ങൾ മാത്രമാണ് കിട്ടാറുള്ളത്. ഞങ്ങൾക്ക് ഒരു ഉച്ചഭക്ഷണം തരാമോ അവിടെ? അപ്പോൾ ആ മനസ്സോട് കൂടി ചിലർക്ക് ഞങ്ങൾക്ക് തരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ല ഭക്ഷണം ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കി വിട്ട കുറേ നമ്മുടെ മെമ്പർമാരുണ്ട്. അവരോടൊക്കെ ഞാൻ അകത്ത് എൻ്റെ ഇഷ്ടത്തിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു 3 ആഴ്ച എല്ലാവരും അങ്ങ് നിന്നോ. എല്ലാവരും ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടിക്കോളും. സംബന്ധിച്ച് ഇവിടെ പങ്കെടുക്കുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ MG ജോസഫ് അവர்கள், അതുപോലെ ജില്ലാ സെക്രട്ടറി ശ്രീ സുദേവൻ മാസ്റ്റർ, KSSBയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മോഹൻ, പ്രിയങ്കരനായ ശ്രീ നാരായണ മാസ്റ്റർ, പ്രിയപ്പെട്ട മാസ്റ്റർ ശ്രീ മോഹൻ, ടീച്ചർ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച വനിതാ ഫോറം സെക്രട്ടറി ശ്രീ കാന്തൻ ജോസഫ്, ശ്രീ മാത്യു മാസ്റ്റർ, പിന്നെ ചിത്രലേഖ ടീച്ചർ ഷെർലി ഫ്രാൻസിസ് അടക്കമുള്ള ശനികുമാർ അടക്കമുള്ള KSSBയുടെ നേതാക്കളെ, പിന്നെ ശ്രീ കൊച്ചി മലയാളം, മറ്റ് KSSB അംഗങ്ങളെ, ഇവരേറെ അഭിമാനം തോന്നുന്ന വാക്കുകളാണ് സ്വാഗത അധ്യക്ഷ ഭാഷണത്തിൽ പ്രിയപ്പെട്ട സംബന്ധിച്ചിലൂടെ സൂചിപ്പിച്ച ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുണ്ട് ഒരു പഞ്ചായത്ത് പേരാവൂർ പഞ്ചായത്താണ് എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റെവിടെയും ഇല്ലാത്ത ഈ പഞ്ചായത്ത് കമ്മിറ്റി, മണ്ഡല കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും വനിതാ നേതാക്കളാണ് എന്നുള്ളതാണ്. അതിൻ്റെ വനിതാ നേതൃത്വത്തിൻ്റെ സജീവമായ ഇടപെടലാണ് ഈ പ്രദേശത്ത് ഇത്തരം ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എന്നുള്ളത് ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും പ്രത്യേകമായി അറിയിക്കുകയാണ്. അവർക്ക് കേട്ടുകേൾവില്ലാതാണ്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡല കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റിയിൽ, ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ബഹുമാനായ ശ്രീ PC വർഗീസ്
സാർ ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ 3 വനിതകൾക്ക് നൽകിക്കൊണ്ടാണ് പേരാവൂർ മണ്ഡലം അതിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. അവരുടെ അഭിമാനകരമായ പ്രവർത്തന റിപ്പോർട്ടും ഞാൻ നിങ്ങളുമെല്ലാം വളരെ സജീവമായി അവർ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ചേർത്ത എല്ലാ അംഗങ്ങളും വന്നിട്ടില്ല. എല്ലാ അംഗങ്ങളും പങ്കെടുത്തിട്ടില്ല. ടീച്ചർ തന്നെ അതിൻ്റെ പ്രയാസം വളരെ പ്രയാസകരമായ ഒരു കാര്യം പറഞ്ഞു. എല്ലാവരുടെയും വീട്ടിൽ പോയി ക്ഷണിച്ചു കൊടുക്കുന്നതാണ്. അതും ഒരു പ്രത്യേക ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയായി തോന്നുകയാണ്. നമ്മളൊക്കെ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ച് യോഗം പറയുകയും കണ്ടവർ പോവുകയും കാണാത്തവർ പോകാതിരിക്കുകയും ചില കണ്ട ആളുകൾ കണ്ടില്ലെന്ന് കള്ളം പറയുകയും ഒക്കെ ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൽ നേരിട്ട് പോയി ആളുകളെ ക്ഷണിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ദിവസങ്ങളോളം മെനക്കെട്ട ഇതിൻ്റെ വനിതാ നേതാക്കളെ, ഇതിൻ്റെ മുന്നണി പോരാളികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകും. നമ്മുടെ സംഘടന നാൾക്ക് നാൾ അംഗത്വത്തിൽ, പ്രവർത്തനത്തിൽ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ വളരെ നിർജീവമായി. ഞാൻ പല യോഗങ്ങളിലും പറയാറുണ്ട്. ഞാൻ വയനാട്ടിലെ ഒരു യോഗത്തിൽ KSSPയുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത കാലത്തായി വന്നിട്ടുള്ള KSSPUവിനേക്കാൾ വലിയ രീതിയിലുള്ള അംഗബലം കൊണ്ട് ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജില്ലാ പ്രസിഡന്റുകളോട് പറഞ്ഞത് KSSPA ആണ് ആദ്യമായി ഉണ്ടായത് എന്നുള്ളത്. KSSPA ആണ് നമ്മുടെ സംഘടനയാണ് ആദ്യമായി ഉണ്ടായത്. പക്ഷെ നമ്മുടെ പ്രവർത്തനത്തിലെ പോരായ്മകൾ കൊണ്ട് KSSPയുടെ പ്രവർത്തനം അന്തിഭവിച്ചപ്പോൾ KSSPU എന്ന് പറയുന്ന ഒരു സംഘടന വളരെ തന്ത്രപരമായി ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനയാക്കാൻ അവർ ആഗ്രഹിക്കുകയും നമ്മുടെ കുറേ ആളുകൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സംസ്ഥാനത്ത് അവർ ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ അംഗങ്ങളടക്കമുള്ള ആളുകളുടെ സംഭാവന കൊണ്ടും കലക്ഷൻ കൊണ്ടും ഒക്കെ ജില്ലകളിൽ, സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഓഫീസുകളൊക്കെ അവർ നിർമ്മിച്ചു, സ്വത്തുണ്ടായി. അതിനുശേഷം അതിന് തലപ്പത്ത് വന്ന ആളുകൾ CPM-മായി ഇടപെടൽ നടത്തി ധാരണയുണ്ടാക്കി അതിനെ സജീവമായ ഒരു ഇടതുപക്ഷ മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം വന്നപ്പോഴാണ് നമ്മുടെ സംഘടനയിലുണ്ടായിരുന്ന NGO അസോസിയേഷനിലും മറ്റ് അനുബന്ധ സംഘടനകളിലും അധ്യാപക സംഘടനകളിലും ഒക്കെ ഉണ്ടായിരുന്ന നമ്മുടെ നേതാക്കളും സഹപ്രവർത്തകരും ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തർക്കവും പ്രശ്നവും ഉണ്ടായതിനു ശേഷം പാർട്ടിയുടെ സഹായത്തോടുകൂടി പുതിയ സംഘടനയ്ക്ക് ആ പഴയ സംഘടന വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. ഇന്ന് അഭിമാനമെന്ന് പറയുന്നത് തകർന്നുപോയിരുന്ന നമ്മുടെ KSSPA എന്ന് പറയുന്ന നമ്മുടെ സംഘടന ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു സംഘടനയായി, പെൻഷൻകാരുടെ ഏറ്റവും വലിയ സംഘടനയായി മാറി എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരടക്കമുള്ളവരെ എത്ര ആദരിച്ചാലും മതിയാകും. വളരെ കഠിനമായ അധ്വാനമാണ് നിങ്ങൾ നടത്തി. ആരെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പഞ്ചായത്തുകളിൽ അവരുടെ വീടുകളിൽ പോയി അവരെ ക്ഷണിക്കുകയും നമ്മുടെ സംഘടനയിൽ അംഗങ്ങളാക്കുകയും അവരെല്ലാം സംഘടനയിൽ കൊണ്ടുവന്നു അവർക്ക് ഇതുപോലുള്ള വരവേൽപ്പ് സമ്മേളനങ്ങൾ നടത്തുകയും, പണ്ടൊക്കെ ഏതെങ്കിലും ഒരു തീയതിയിലാണ് എല്ലാവരും റിട്ടയർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടയർ ചെയ്യുമ്പോൾ എല്ലാം മാസവും റിട്ടയർമെന്റ് നടന്നുകൊണ്ടിരിക്കും. പലരും അറിയാം. അങ്ങനെ പോകുന്ന ആളുകളെ കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് നമ്മുടെ സംഘടനയിൽ കൊണ്ടുവരികയും സംഘടനയുടെ സമ്മേളനങ്ങളിൽ അവരെ എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്തുത്യർഹമായ സേവനമാണ് KSSPA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ടീമാണ്. അവരുടെ ഇടപെടൽ വളരെ അത്ഭുതകരമാണ്. ഞങ്ങൾ ഇവരോടൊക്കെ പറയാറുണ്ട്, നമ്മുടെ പാർട്ടിയുടെ ഭാരവാഹിത്വം കൂടി ഇതിൽ കുറച്ചാളുകൾക്കൊക്കെ പാർട്ടി ഭാരവാഹിത്വമുണ്ട്.
പക്ഷെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ ആക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ നേതാക്കൾ വളരെ സജീവമായി പെൻഷനേഴ്സ് യൂണിയൻ അതിനൊരു അടുക്കി ചിട്ടിയുള്ളതുകൊണ്ട് നാരായണമാഷോടൊക്കെ ഞാൻ ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ മടിയനായി പോകരുതെന്നൊക്കെ ഞാൻ പാർട്ടി പരിപാടിയെ ബന്ധപ്പെട്ട് പറയുമ്പോൾ മാഷ് പറയും ഇതിലൊരു മനസ്സുകളുണ്ട്, ഈ സംഘടനയിലൊരു ചട്ടക്കൂടുണ്ട്, അതിന് ചില നിബന്ധനകളുണ്ട്. അതുമാത്രമല്ല ഇതിൽ പ്രവർത്തിച്ചാൽ അതിന്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് വളരെ സന്തോഷപൂർവ്വം ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായ സമ്മേളനങ്ങൾ, അത് ഇപ്പോ ജനുവരിയിലാണ് ഇതിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ജനുവരി ആകാൻ ഇനിയും 2-3 മാസമുണ്ട്. ജനുവരിയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പായി ഇതിന്റെ പഞ്ചായത്ത് തല സമ്മേളനങ്ങൾ, ബ്ലോക്ക് തല നിയോജകമണ്ഡല സമ്മേളനങ്ങൾ, അത് കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ടാണ് പടിപടിയായി എല്ലാ തട്ടിലുമുള്ള സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടാണ് സംസ്ഥാന സമ്മേളനങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസ് യോഗങ്ങളിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ യോഗങ്ങളിൽ പങ്കെടുത്തത് പെൻഷനേഴ്സ് യൂണിയന്റെ നമ്മുടെ അസോസിയേഷന്റെ നമ്മുടെ സംഘടനയുടെ യോഗങ്ങളിലാണ്. എല്ലാ പഞ്ചായത്തുകളിലും പരമാവധി പോകാം. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത്, ഇതിൽ വന്നിട്ടുള്ള അംഗങ്ങളിൽ ചുരുക്കം ചില ആളുകളിൽ കോൺഗ്രസ് വേദികളിൽ ഞാൻ കാണാം. കോൺഗ്രസിന്റെ പരിപാടികളിൽ വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമേ കാണാം. ഞാൻ ആദ്യമായി നിങ്ങളോടെല്ലാം പറയുന്നത്, നമ്മുടെ പ്രാദേശികമായി ഏറ്റവും കൂടുതൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുമായും വിദ്യാർത്ഥികളുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലെ ആളുകളുടെ മനസ്സറിയുന്ന, വിവിധ മേഖലകളിലെ ആളുകളുമായി ഇടപെടുകയും അവരുടെ പ്രയാസങ്ങൾ അറിയുന്ന, സർക്കാർ സർവീസിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ നിങ്ങളുടെ ശിഷ്ടകാല ജീവിതത്തിലെ സേവനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ മഹത്തായ മാതൃസംഘടനക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൂടി ചെയ്യണമെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാനും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടീച്ചറിലൂടെ പറഞ്ഞു, പലരുടെയും വീടുകളിൽ പോകുമ്പോൾ പലരും രോഗബാധിതരായിരിക്കും. സമയം പ്രായമാകുന്നതിന് മുമ്പ് നേരത്തെ തന്നെ നമ്മളിൽ പലരെയും ഷുഗറും കൊളസ്ട്രോളും അതുപോലുള്ള രോഗങ്ങളും BP കുറവും കൂടുതലും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയും അതിനുള്ള മരുന്ന് കൂടി പെൻഷനേഴ്സ് യൂണിയന്റെ ഭാഗത്തുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പായം പഞ്ചായത്തിന്റെ നാരായണനോടുണ്ട് പായം പഞ്ചായത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ കുറെ സുന്ദരിമാർ താഴോട്ട് ഇറങ്ങി വരും. ഞാൻ അവരെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഈ സംഘടനയുടെ ആളുകളാണ്, മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡാൻസ് കളിക്കാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്, ശ്രദ്ധിച്ചത് ഇവരൊക്കെ പെൻഷൻ വെച്ച ആളുകളാണ്. മട്ടന്നൂരിൽ പോയപ്പോൾ അവിടെ തിരുവാതിര കളിയുടെ ഒരു ഗംഭീര ടീം രംഗം കീഴടക്കണം. പാനൂരിൽ പോയപ്പോൾ അവിടെയും വന്നിട്ടുണ്ട്. കണ്ണൂരിൽ DCC ഓഫീസിൽ പോയപ്പോൾ അവിടെ കുറെ ടീച്ചർമാർ ഒരു പ്രത്യേക ടീമായി തിരുവാതിര കളിയും ഒപ്പനും ഒക്കെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് വെറുതെ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെയൊരു ചേതോവികാരം, ഇങ്ങനെയൊരു സജീവമായി നിൽക്കാനെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഇതുമായി ഒരു കലാപരിപാടിയുമായി ബന്ധപ്പെട്ട് പരിപാടികളൊക്കെ നടത്തുമ്പോൾ 1 മാസം 2 മാസം തുടർച്ചയായി പ്രാക്ടീസാണ്. പഞ്ചായത്തിൽ അവതരിപ്പിക്കും, നിയോജകമണ്ഡലത്തിൽ അവതരിപ്പിക്കും, ജില്ലയിലെ സംസ്ഥാനത്തും കാണുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത്, എനിക്കിപ്പോ 1 മാസത്തിലധികമായി കൊളസ്ട്രോൾ വല്ലാതെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, കാലുവേദന, കൈവേദന, മുട്ടുവേദന, നമ്മള് എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാവരും പറയുന്ന അഭിപ്രായം അത് മാത്രം. പക്ഷെ അവർ പറയുന്നത് അതൊക്കെ മാറുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കുറച്ച് ദിവസം പ്രയാസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ റിട്ടയർ ചെയ്യുന്നതോടുകൂടി നമ്മൾ പ്രായമായി എന്നുള്ളൊരു ചിന്ത നമ്മളെ ബാധിച്ചാൽ നമുക്ക് മാനസികമായ പ്രയാസം മാത്രമല്ല ശാരീരിക അസ്വസ്ഥതകളും കൂടിക്കൊണ്ടിരിക്കും. അതില്ലാതെ ഇരിക്കണമെങ്കിൽ സജീവമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്ന ആളുകൾക്കേ സാധിക്കും. ഒരുപാട് രോഗശാന്തി വരുന്നത് പ്രായമാകാതിരിക്കാനുള്ള എല്ലാ ചുട്ടുവിദ്യകളും അവർ ചെയ്യാറുണ്ട്. നമ്മുടെ മുടിയിലൊക്കെ അത്തരം ഏർപ്പാടൊക്കെ നടക്കും. ബഗീസൊക്കെ 18 വയസ്സ് 25 വയസ്സ് 30 വയസ്സേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുള്ളൂ. കാരണം അതെന്തുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ നമുക്ക് അതൊരു പോസിറ്റീവ് എനർജിയാണ്. ചില ആളുകൾ പറയും
മുടിയൊക്കെ നനച്ചു പ്രായമായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സ്വയം ഒരു പ്രയാസം ഉണ്ടാക്കുകയാണ്. നമുക്ക് പ്രായമായി നമ്മളിങ്ങനെ പറയും. അതായിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങൾ നടത്തുകയും നമ്മൾ പുറത്തിറങ്ങി സജീവമായ ഇടപെടൽ നടത്തുകയും ചെയ്താൽ നമുക്ക് ആ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ നിങ്ങളുടെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. ക്ഷേത്രങ്ങളിൽ പോവുക, പള്ളികളിൽ പോവുക എന്നുള്ളത് മാത്രമല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മറ്റു പല സേവനങ്ങളും നിങ്ങളുടെ ഇവിടെ വളരെ ചടുലമായ നേതൃത്വം കൊടുക്കാനുള്ള ഒരു ടീം ഇവിടെ രംഗത്തുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. എന്റെയും നിങ്ങളുടെയും സമൂഹത്തിന്റെയും ഒക്കെ നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടി നമ്മൾ നേതൃത്വം കൊടുക്കുന്ന മുന്നണി ഒന്നുകിൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വർഷങ്ങളായി അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച ആളുകളായിരുന്നു നമ്മളിൽ പലരും ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ വളർന്നു വന്ന് വലുതായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്ത് മാറി മാറി UDF-ന്റെയും LDF-ന്റെയും ഗവൺമെന്റുകളും വന്നിട്ടുണ്ട്. രാഷ്ട്രീയം മാറ്റിവെച്ചാൽ ഒരു കാര്യം സത്യമാണ്, ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ജീവനക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, റിട്ടയർ ചെയ്തവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലുകളാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരുകൾ നടത്തി എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും പെൻഷനേഴ്സ് എന്ന പേരിൽ ജീവിക്കുന്നതും ഇന്നലകളിൽ ചെയ്ത സേവനത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തിയിട്ടുള്ള സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഗവൺമെന്റുകൾ തന്ന അംഗീകാരം. കോടിക്കണക്കിന് രൂപയാണ് പെൻഷൻ മേഖലയിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊടുത്തുകൊണ്ടിരിക്കാനുള്ള നിയമനിർമ്മാണം നടത്തിയത്. അത് കോൺഗ്രസ് പാർട്ടിയാണ് എന്ന് നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ. കാരണം നിയമനങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. UPSC-യും PSC-യും എല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. ആളുകളെ പറ്റിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ കടന്നു വരികയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ഏജൻസികളെ, സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്ന പുതിയ സിസ്റ്റം കടന്നു വരികയാണ്. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഓഫീസുകളിൽ താൽക്കാലികമായി ജീവനക്കാരെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സർവീസുകളിലും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയാണ്. ഗവൺമെന്റ് പുതിയ പുതിയ കാലഘട്ടത്തിലെ കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് തൊഴിലാളികളുടെ ഗവൺമെന്റാണെന്നും തൊഴിലിനു വേണ്ടി സമരം ചെയ്ത സംഘടനയായ DYFI-യുടെ നേതാക്കന്മാർ ഭരിക്കുന്ന സംഘടനയാണെന്നും എല്ലാം പറയാറുണ്ടെങ്കിൽ പോലും ആ സംഘടന ഭരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കും. അവർക്കതിൽ ലാഭമാണ്. സർക്കാർ മേഖല എന്ന് പറയുന്നത് സേവന മേഖല എന്നതിനപ്പുറത്തേക്ക് ലാഭകരമായി നടത്തിക്കാൻ കഴിയുന്ന മേഖലയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിയമനങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പങ്കാളിത്ത പെൻഷൻ നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പങ്കാളിത്ത പെൻഷനും നിയമന നിരോധനവും നമ്മളറിയാതെ നമ്മുടെ നാട്ടിൽ, കേരളത്തിലും രാജ്യത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 2 ഗവൺമെന്റുകൾ നമ്മുടെ രാജ്യം ഭരിക്കുകയാണ്. അവർക്ക് ബാധ്യതകളില്ലാത്ത ഒരു പുതിയ സമൂഹത്തെ ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. ഗവൺമെന്റിൽ സർവീസിൽ താൽക്കാലിക വേതനം നൽകുകയാണ്. അധ്യാപകരായി പോയിട്ടുള്ള ആളുകൾ അവരുടെ കോഴ്സ് കഴിഞ്ഞ് പോയ താൽക്കാലിക നിയമനങ്ങളാണ്. പലവിധ തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗവൺമെന്റുകളും കോടതികളും ഇടപെടുമ്പോൾ ഒരു താൽക്കാലിക നിയമനവും സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അത് ഗവൺമെന്റിന് ലാഭമാണ്. ശമ്പളം കൊടുക്കേണ്ടതില്ല, ദിവസക്കൂലി ആളുകളെ നിശ്ചയിച്ചാൽ മതി എന്നുള്ള പുതിയ രീതി കടന്നു വന്നതോടുകൂടി ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ച ഒരുപാട് സൗകര്യങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിന് RSS എന്നോ CPM എന്നോ ഒരു മാറ്റവുമില്ല. അവര് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് അവർക്കെന്ത് കിട്ടുമെന്നതിനെ കുറിച്ചുള്ള സംഘടിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാനും നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ശേഷമുള്ള ഒരു തലമുറ പെൻഷൻകാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു തലമുറയായി മാറുകയാണ്. കാരണം സർവീസിൽ പങ്കാളിത്ത പെൻഷൻ പറ്റി എല്ലാ ആനുകൂല്യങ്ങളും അപ്പോൾ വാങ്ങി പിരിഞ്ഞോടുക എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഇതൊന്നും കിട്ടേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലം. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യൻ റെയിൽവേ അത് സ്വകാര്യവൽക്കരണത്തിന്റെ മേഖലയിലാണ്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോവാണ്. BSNL എന്ന് പറയുന്ന സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ വന്നാൽ പല ക്ഷേമനിധി ബോർഡുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകൾ മുഴുവൻ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ മാറ്റി സ്വകാര്യ ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ നയങ്ങൾ വന്നിരിക്കുകയാണ്. ബംഗാളിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ഗവൺമെന്റ് നിയന്ത്രണ സംവിധാനങ്ങളും എല്ലാം മാറ്റി സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്ന പുതിയ തന്ത്രപ്പാടിലേക്ക് ഗവൺമെന്റുകൾ പോകുമ്പോൾ ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തം അതൊന്നുമല്ല. ലാഭമുണ്ടാക്കുക. KSCB-യിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ലാഭമുണ്ട് എന്ന് പറയുന്നതാണ് മന്ത്രിക്ക് അഭിമാനം. അവിടെ സാധാരണ ജനത്തിന് സൗജന്യമായി വൈദ്യുതി കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായി. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വൈദ്യുതി എത്തിക്കുക എന്നുള്ള ഒരു പ്രത്യേക ലക്ഷ്യം ഗവൺമെന്റ് ഉണ്ടായി. അതിന് വരുന്ന ചെലവുകളെ ലാഭം നഷ്ടം എന്ന് കണക്ക് കൂട്ടുകയായിരുന്നു. സേവനമാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നുള്ളത് കൊണ്ട് സമ്പൂർണമായി വൈദ്യുതീകരിക്കുക എന്നുള്ള ഒരു പുതിയ പദ്ധതി നമ്മൾ കൊണ്ടുവന്നു. രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിൽ രാജീവ് ഗാന്ധി വിദ്യുത് യോജന എന്നുള്ള സുപ്രധാനമായ പദ്ധതി വന്ന് നാട്ടിൽ മുഴുവൻ സ്ഥലങ്ങളിലും വൈദ്യുതി എത്തിച്ചു. ആ വൈദ്യുതി ചാർജ് ഈടാക്കുന്നത് തന്നെ നാമമാത്രമായി. ഗവൺമെന്റിന് നഷ്ടമായിരുന്നു, വൈദ്യുതി ബോർഡിന് നഷ്ടമായിരുന്നു. ആ നഷ്ടം നികത്തുന്നത് മറ്റു മേഖലയിൽ നിന്നുള്ള നികുതി പണമുണ്ടാവും. അത് നഷ്ടത്തിലേക്ക് ഗവൺമെന്റ് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു, സേവനം ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇപ്പോ മാറി വന്ന ഗവൺമെന്റുകൾ അതിനെ എങ്ങനെ ലാഭകരമാക്കാമെന്ന് ചിന്തിച്ചു. റെയിൽവേയെ ലാഭകരമാക്കാൻ വലിയ രീതിയിലുള്ള ചാർജ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയും കോൺഗ്രസ് ഭരിക്കുന്ന കാലയളവിൽ റെയിൽവേ ചാർജിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. ആ ചാർജുകൾ കൂട്ടുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് അറിയിപ്പ് നൽകുമായിരുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് പോയി വരാൻ എത്ര രൂപ വേണമെന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു കണക്കുണ്ടായിരുന്നു. കോഴിക്കോടേക്ക് പോകാൻ പാസഞ്ചർ ട്രെയിൻ 12 രൂപക്ക് 15 രൂപക്ക് പോയി. അതുകൊണ്ട് ലാഭമുണ്ടായിരുന്നില്ല, നഷ്ടമായിരുന്നു. പക്ഷേ സാധാരണ ജനത്തിന് അതുകൊണ്ടുള്ള സേവനം ലഭ്യമാവുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് കണ്ടെത്തിയ നിലപാടെങ്കിൽ ആ നിലപാടിപ്പോൾ മാറുകയാണ്. വന്ദേ ഭാരത് വരുമ്പോൾ നമ്മൾ കൈവിട്ടുകയാണ്. നമുക്ക് കുറച്ച് ആളുകൾക്ക് അതിന്റെ സൗകര്യം ഉണ്ടാകും. പക്ഷേ സാധാരണക്കാർക്ക് ട്രെയിൻ യാത്ര നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടങ്ങളിൽ എത്ര ഭീമമായ തുകയാണ് നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും അത്തരം സംവിധാനങ്ങൾ വന്നതിനെ ലാഭകരമാക്കുക എന്നുള്ള പുതിയ പദ്ധതി KSCB അതുപോലെ തന്നെ ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി 3 തലത്തിലുള്ള പ്ലാനിംഗ് ആണ് അവർ ബില്ല് കൊടുക്കുന്നതിന് വേണ്ടി ആക്കിയിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം അത് ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയില്ല. ഇന്നലകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്, ആ യൂണിറ്റിനാണ് വൈദ്യുതി നൽകിയിരുന്നെങ്കിൽ അതിന് സബ്സിഡി കൊടുത്തിരുന്നു. ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ആളുകൾക്ക് സബ്സിഡി കൊടുത്തിരുന്നു, സൗജന്യ വൈദ്യുതി കൊടുത്തു. ഇപ്പോ ഈ വൈദ്യുതിയുടെ നിരക്ക് മാറി. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക നിരക്കാണ് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി രാത്രി 10 മണിക്ക് ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പകുതി കൂടി കൂട്ടി, സാധാരണ ഉപയോഗിക്കുന്നതിന്റെ പകുതി ചാർജ് കൂടി കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ചാർജ് ഈടാക്കുന്നത്. രാത്രി 10 മണി മുതൽ രാവിലെ പുലർച്ചെ 6 മണി വരെ മറ്റൊരു സ്ലാബ് നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിൽ ഈ സ്ലാബൊക്കെ പത്രത്തിൽ കൊടുത്ത് നമ്മൾ അറിയുന്നു എന്നതിനപ്പുറത്തേക്ക് ഭീമമായ തുകയാണ് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഈ ഗവൺമെന്റ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പൊതുവായി ജനങ്ങൾ എതിർക്കപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ പരാതികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പരാതി ആളുകൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പരാതി പറയാൻ ആളുകൾ ഉണ്ടായിരുന്നു. അത് സാമാന്യ ജനവിഭാഗങ്ങൾ മാത്രമല്ല, കോൺഗ്രസുകാർ തന്നെ നമുക്ക് പരാതികളുണ്ട് എന്ന് പരസ്യമായി നേതൃത്വത്തോട് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. സാമാന്യ ജനവിഭാഗങ്ങൾ പരാതി പറയാൻ, ആ പരാതി പറയുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ തന്നെ. അന്ന് എന്തുകൊണ്ടാണ് ആ സമരങ്ങൾ നടത്തിയിരുന്നത്? എന്തുകൊണ്ടാണ് പരാതി പറഞ്ഞിരുന്നത്? ആ പരാതികൾക്ക് പരിഹാരം കാണാൻ ഒരാൾ മുകളിലുണ്ട് എന്നുള്ള ബോധ്യം താഴെ തന്നെ ജനങ്ങൾക്കുണ്ടായി. ഇപ്പൊ നമ്മുടെ ആളുകൾക്ക് പരാതികളില്ല. നമ്മൾ എത്ര കൊണ്ട് റേഷൻ സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കി, റേഷനറി വിതരണം നിർത്തൽ ചെയ്തുകൊണ്ടിരിക്കുക, ബാങ്ക് വായ്പകളുടെ സബ്സിഡി ഒഴിവാക്കി, കാർഷിക കടാശ്വാസ പദ്ധതികൾ ഇപ്പോൾ ഇല്ല, കാർഷിക വായ്പകളെല്ലാം നിർത്തൽ ചെയ്തിരിക്കും. നിങ്ങൾക്ക് തന്നെ കിട്ടാനുള്ള DA കൃഷിയും അതുപോലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ പെൻഡിങ്ങിലാണ്, ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്തരം പരാതികളൊക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് വേണ്ടത്ര രീതിയിൽ ശബ്ദിക്കാൻ കഴിയാത്തതും ശബ്ദിക്കാത്തതും അത് നിങ്ങൾ മാത്രമല്ല, പൊതുസമൂഹം മൊത്തത്തിൽ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു പൊതുബോധം നമ്മുടെ എല്ലാ മനസ്സിൽ കടന്നു. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ പറയുന്നത് കേൾക്കാനോ നമ്മൾ പറയുന്നതിന്റെ കാമ്പ് ഉൾക്കൊള്ളാനോ കഴിവുള്ള ഭരണാധികാരികൾ
ഈ സംസ്ഥാനത്തും രാജ്യത്തും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ പരാതി പറയാത്തത്. ആ പരാതി മാത്രം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമുക്കിത് മാറ്റിയേ പറ്റുള്ളൂ. ഇങ്ങനെ ഈ നാട് മുന്നോട്ട് പോയി സാമൂഹ്യ അന്തരീക്ഷം കലാപ കലുഷിതമാണ്. നമുക്ക് ഉദ്ദേശിക്കാത്ത രീതിയിൽ കേരളത്തിൽ പോലും കഴിഞ്ഞ ദിവസമാണ് ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഒരു മനുഷ്യൻ കയറി ഒരുത്തൻ കയറി അവിടെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഇറങ്ങിപ്പോയത്. അവൻ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലാണ്, കേരളത്തിൽ നമ്മൾ പ്രബുദ്ധതയും സ്ത്രീ സുരക്ഷയും എല്ലാ സംവിധാനങ്ങളിലും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ നാട്ടിലാണ് ഇത്തരം സംഭവങ്ങൾ ഓരോന്നോരോന്നായി നടക്കുന്നത്. ഒരുപാട് പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുകയാണ് കേരളത്തിൽ. പോലീസിന് കൃത്യമായ നടപടി എടുക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. അവർ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും നിയന്ത്രണത്തിലായ സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിരന്നു നിന്നു പോകുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ ആളുകൾക്കും പ്രത്യേകമായ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് സ്വർണം ധരിച്ച് ദയവ് ചെയ്ത് യാത്ര ചെയ്യരുത്, സ്വർണം ധരിച്ച് പോകരുത്. അവർ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിൽ കടന്നു പോകുമ്പോൾ 75 വയസ്സുള്ള സ്ത്രീ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരുത്തൻ പോയി മാല പൊട്ടിച്ചു. മാലയ്ക്കിപ്പോൾ നല്ല സ്വർണത്തിന് നല്ല വിലയാണ്. ഒരു പവൻ കിട്ടിയാൽ 1 ലക്ഷം രൂപ കയ്യിൽ വരും. അവർ പൊട്ടിച്ചു പോകുന്നതിനിടയിൽ ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീയുടെ ചങ്ക് പൊട്ടി അവർ ഗുരുതരമായ ആശുപത്രിയിൽ കിടക്കുകയാണ്. സ്വർണം പോയി എന്ന് മാത്രമല്ല, ഗുരുതരമായ അവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ കണ്ട് കൂത്തുപറമ്പിലെ ഒരു മുനിസിപ്പൽ കൗൺസിലർ അദ്ദേഹത്തിന്റെ വാർഡിലെ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന്, അവർക്കറിയാവുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് മുഖംമൂടി ധരിച്ച് അവരുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചു കൊണ്ടുപോയി. ആ സ്ത്രീ അറിഞ്ഞില്ല, പരാതി കൊടുത്തു, വണ്ടി നമ്പർ വിളിച്ചു. ആളെ വിളിച്ചപ്പോ അവിടുത്തെ CPM-ന്റെ ഒരു കൗൺസിലർ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ കൊല്ലാൻ പോലും പഠിക്കാത്ത ഒരു പുതിയ സമൂഹം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു പോലീസുകാരന്റെ ഭാര്യ പാവപ്പെട്ട ഒരു സ്ത്രീയെ തീവച്ചത്. അവരവിടെ പോയി കാശിന് ചോദിച്ചു, കൊടുത്തില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ അടുത്ത് അവരുടെ മാല പൊട്ടിച്ച് അവരെ പെട്രോൾ അടിച്ച് തീവച്ച് ഇപ്പൊ അവർ മരിച്ചു എന്നുള്ള വാർത്തയാണ് കിട്ടിയത്. അപ്പൊ ഗുരുതരമായ സാമൂഹ്യ വിഷയങ്ങൾ കൂടി നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം പരാതി കൊടുത്തവരെ സ്റ്റേഷനിൽ പോയി ഗുണ്ടകളെ പോലെ അവർ നിന്നുകൊണ്ട് പാവങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ വന്നിരിക്കും. നമുക്ക് പരാതി പറയാനാണില്ല. പല രീതിയിലുമുള്ള അക്രമങ്ങൾ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിരായുധരായി നിൽക്കുന്ന ആളുകളായി നമ്മൾ മാറുക. ഇത് എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇന്ന് നമ്മൾ, നാളെ നമ്മുടെ മക്കൾ, നാളെ നമ്മുടെ സമൂഹം വളരെ ഗുരുതരമായ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ ഒരു ഗവൺമെന്റ് ഇല്ലാത്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ കടന്നു വരിക. ലാഭമുണ്ടാക്കുന്ന മന്ത്രിമാരുടെ എണ്ണം വർദ്ധിക്കുന്നു. മുഖ്യമന്ത്രി പോലും കുടുംബത്തെ പറ്റി വലിയ രീതിയിൽ അഭിമാനത്തോടുകൂടി സംസാരിക്കും. കുടുംബത്തിലെ എല്ലാവരും സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കുന്നവരാണ്. അവർ തട്ടിപ്പിലൂടെ പണം ഉണ്ടാക്കുന്നവർ. മന്ത്രിമാരുടെ അനുചരന്മാർ, പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പോകുമ്പോൾ ഈ നാട്ടിൽ അതിനുവേണ്ടി അവർ നിയമം വിട്ടും ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരായി കേരളത്തിലെ നീതി നിർവഹണ വിഭാഗം മാറുകയാണ്. കേന്ദ്രത്തിലെ നീതി നിർവഹണ വിഭാഗം മാറുകയാണ്. ഇതൊക്കെ നമ്മൾ ആദ്യമായി കാണുകയാണ്. ഇത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം. കോൺഗ്രസിന്റെ അധികാരമില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് കോൺഗ്രസിന് മാത്രം ഉണ്ടായ അധികാരമായിരുന്നില്ല. ഈ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ വർഷം നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി ഇങ്ങനെ ഇരിക്കാനും ജീവിക്കാനും കഴിയുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്, ഇതിന്റെ ഭരണാധികാരിയാണ്. അവരുടെ ഭരണം അവസാനിച്ചപ്പോൾ തുടർ ഭരണം എന്ന് പറയുന്ന ഒരു പുതിയ രീതി RSS-ന്റെയും CPM-ന്റെയും നേതൃത്വത്തിൽ വന്നപ്പോൾ അടിച്ചമർത്തൽ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ വിഭാഗങ്ങളെയും അവർ ആ രീതിയിൽ കണ്ട് മുന്നോട്ട് പോകുന്നു. ശബ്ദിക്കാൻ കഴിയാത്തവരായി, ചോദിക്കാൻ കഴിയാത്തവരായി. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ കണ്ടു വാർത്തയിൽ ഒരു DYFI ഒരു ഫേസ്ബുക്ക് അടിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. പാർട്ടി നേതൃത്വത്തിന്റെ ഏതോ ഒരു നേതാവിനെതിരെ അവരെ പോയി ക്രൂരമായി ആക്രമിച്ചു. അവരിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോമയിൽ കഴിയുകയാണ്. അവന് നിശ്ചലനായി കിടക്കുക. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ ഒരു പാർട്ടി ഭാരവാഹിയായിട്ടുള്ള ചെറുപ്പക്കാരൻ, DYFI നേതാവ്, പാർട്ടിയിലെ ജില്ലാ നേതൃത്വത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അവനെ പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയാണ്. പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ മാരകമായി മർദ്ദിച്ച് അവസാനം ശരീരം, ഒരു ചെറുപ്പക്കാരന്റെ ശരീരം നുറുങ്ങിപ്പോയപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നൊരു കത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാണ്. അവന്റെ അച്ഛൻ പാർട്ടിയുടെ നേതാവ്, പ്രവർത്തകനായി. അവർ പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ
തൃശ്ശൂരിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഡിവൈഎഫ്ഐയുടെ ഒരു ജില്ലാ സെക്രട്ടറി അതേപോലത്തെ പാർട്ടിയിലെ നേതാക്കന്മാർ ഉണ്ടാക്കുന്ന സമ്പത്തിനെ കുറിച്ച് മറ്റൊരു പാർട്ടി പ്രവർത്തകരോട് വാട്സാപ്പിൽ സംസാരിച്ചു എന്നതിന്റെ പേരിൽ വോയിസ് ഇട്ടുവന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കും. ചോദ്യം ചെയ്യുന്ന ആളുകളെല്ലാം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പുതിയ പഴയ കമ്മ്യൂണിസ്റ്റ് രീതി സ്റ്റാലിനിസം നമ്മുടെ നാട്ടിൽ കടന്നു വരുമ്പോൾ തീർച്ചയായും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ചെറുപ്പം വലിപ്പം എന്നുള്ളതൊന്നുമില്ല. ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും അതിനെതിരെ പ്രതികരിക്കണം. പെൻഷനേഴ്സ് അസോസിയേഷന്റെ സമ്മേളനങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം പൊതുസമൂഹത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ട പുതിയ രീതിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്ത് നമ്മുടെ എല്ലാം മാതൃപ്രസ്ഥാനമായ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ചർച്ചയിൽ കൊണ്ടുവരണം, തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളെല്ലാവരും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടി നിങ്ങളുടെ സേവനങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ച ഈ ഒരു സമ്മേളനത്തിന്, പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ചെറിയൊരു നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി ജോസഫ് സാർ ക്ഷണിക്കുന്നു. ചായ കുടിച്ചോ? ചായ കുടിക്കില്ല.